പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗത കുരുക്കിനെ തുടർന്നാണ് നടപടി. ടോൾ പിരിവ് നിർത്തിവെച്ചെങ്കിലും ഫാസ്ടാഗ് സംവിധാനം വഴി തുക ഈടാക്കുന്നത് തടയാനാകാതെ അധികൃതർ. ചാലക്കുടി ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യപ്രതി നാരായണദാസ് പിടിയിൽ. പ്രതി പിടിയിലായത് ബംഗളൂരുവിൽ നിന്ന്. കഞ്ചാവുമായി റാപ്പർ വേടൻ പോലീസ് പിടിയിലായി. വേടന്റെ മാലയിലെ ലോക്കറ്റ് പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചതോടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി വനം വകുപ്പ് കേസെടുത്തു. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും എക്സൈസിന്റെ ക്ലീൻ ചിറ്റ്. വിഖ്യാത സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുൺ അന്തരിച്ചു. വിടവാങ്ങിയത് മലയാള സിനിമയെ രാജ്യാന്തര പ്രശസ്തിയിലേക്ക് ഉയർത്തിയ ചലച്ചിത്രകാരൻ. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് തൈക്കാട് ശാന്തി കവാടത്തിൽ. ബുദ്ധിയുണ്ടെങ്കിൽ ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സാറ ജോസഫ്. സർക്കാർ മർക്കടമുഷ്ടി വെടിയണമെന്നും സാറ ജോസഫ്. ചാലക്കുടി വെട്ടുക്കടവ് കനാൽ റോഡിൽ 6 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. നായയെ അടിച്ചുകൊന്നു. 30ഓളം തെരുവ് നായ്ക്കളെ പിടികൂടി സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി നഗരസഭ. വൈശാഖ പുണ്യമാസത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരക്കേറി. അഷ്ടപതി സംഗീതോത്സവത്തിന് തുടക്കമായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബുധനാഴ്ച വിവാഹ തിരക്കേറും. വാർത്തകൾ വിശദമായി. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗത കുരുക്കിനെ തുടർന്നാണ് നടപടി. കുരുക്കൊഴിവാക്കാൻ കരാർ കമ്പനിക്ക് കളക്ടർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പായതിനു ശേഷം ഉത്തരവ് പുനഃപരിശോധിക്കുമെന്നും കളക്ടർ ഉത്തരവിൽ വ്യക്തമാക്കി. ചിറങ്ങര അടിപ്പാത നിർമ്മാണ സ്ഥലത്തും പരിസരത്തും വ്യാപകമായ ഗതാഗത കുരുക്കാണ് എന്ന പരാതിയെ തുടർന്ന് ദേശീയപാത അതോറിറ്റിയുമായി ജില്ലാ ഭരണകൂടം പലതവണ ചർച്ചകൾ നടത്തിയിരുന്നു. ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് നടപടി സ്വീകരിക്കാതിരുന്നതിനെ തുടർന്ന് ടോൾ പിരിവ് നിർത്തലാക്കുന്നതിന് ഈ മാസം 16-ന് എടുത്ത തീരുമാനം ദേശീയപാത അതോറിറ്റി സാവകാശം ആവശ്യപ്പെട്ടതിനാൽ പിൻവലിച്ചിരുന്നു. ഏപ്രിൽ 28-നകം ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ടോൾ പിരിവ് നിർത്തിവെപ്പിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ദേശീയപാത അതോറിറ്റി നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. ദേശീയപാതയിൽ പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചെങ്കിലും ഫാസ്ടാഗ് സംവിധാനം വഴി തുക ഈടാക്കുന്നത് തടയാനായിട്ടില്ല. തിങ്കളാഴ്ച രാത്രി 8:10-ന് റവന്യൂ പോലീസ് അധികൃതരുടെ സാന്നിധ്യത്തിൽ ടോൾ പിരിവ് നിർത്തുകയും ടോൾ ബൂത്തുകൾ തുറന്നുവയ്ക്കുകയും ചെയ്തുവെങ്കിലും വാഹനങ്ങളുടെ ഫാസ്ടാഗ് റീഡിംഗ് ചെയ്യുന്നതും അക്കൗണ്ടിൽ നിന്ന് തുക ഈടാക്കുന്നതും തുടരുകയാണ്. തുറന്നുകിടക്കുന്ന ടോൾ ബൂത്തിലൂടെ സാവകാശം കടന്നുപോകുന്ന വാഹനങ്ങളുടെ ടോൾ തുക സാങ്കേതിക സംവിധാനത്തിലൂടെ നഷ്ടപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ റവന്യൂ അധികൃതർക്കോ പോലീസിനോ ഇടപെടാൻ സാധിക്കില്ല. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ടോൾ പ്ലാസയിലെ സാങ്കേതിക സംവിധാനങ്ങൾ വഴിയുള്ള ടോൾ പിരിവ് നിർത്തലാക്കാനാകൂ. ഇതിന് കളക്ടർ വഴി NCPക്ക് നിർദ്ദേശം നൽകണം. റവന്യൂ അധികൃതർ ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ KE ഹസീന, ഫീൽഡ് അസിസ്റ്റന്റ് PG രാജൻ, ചാലക്കുടി DYSP K സുമേഷ്, പുതുക്കാട് പോലീസ് SHO V സജീഷ് കുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ടോൾ പിരിവ് നിർത്തിവച്ചത്. ചാലക്കുടി ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യപ്രതി നാരായണദാസിനെ ബംഗളൂരുവിൽ നിന്ന് പോലീസ് പിടികൂടി. പ്രതിയെ ചൊവ്വാഴ്ച നാട്ടിലെത്തിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ലഹരിക്കേസിൽ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയപ്പോൾ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് 7-നാണ് കൊടുങ്ങല്ലൂർ ACP VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ഏറ്റെടുത്തത്. മുൻകൂർ ജാമ്യം തേടി നാരായണദാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോയത്. 2023 ഫെബ്രുവരി 27-നാണ് ലഹരിമരുന്ന് കൈവശം വെച്ചുവെന്നാരോപിച്ച് എക്സൈസ് ഷീല സണ്ണിയെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ വ്യാജ LSD സ്റ്റാമ്പുകളാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു. കുറ്റം ചെയ്യാതെ 72 ദിവസമാണ് ഷീല ജയിലിൽ കഴിഞ്ഞിരുന്നത്. ആരാണ് നാരായണദാസ് എന്ന് തനിക്കറിയില്ലെന്നും ഇയാളോടൊപ്പം ഗൂഢാലോചനയിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് കണ്ടെത്തുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ഷീല സണ്ണി പറഞ്ഞു. വ്യാജ മയക്കുമരുന്ന് കേസിൽ നാരായണദാസിനെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയതറിഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. മരുമകളുടെ സഹോദരിക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നോട് ഇത്രയേറെ വൈരാഗ്യമുണ്ടാകാൻ കാരണമെന്തെന്ന് അറിയില്ല. കേസുമായി ബന്ധപ്പെട്ട് മകൻ ഒളിവിൽ കഴിയുന്നതിലും വിഷമമുണ്ടെന്ന് ഷീല സണ്ണി പറഞ്ഞു. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രി റോഡിലെ ഫ്ളാറ്റിൽ നിന്നും
ഷീല സണ്ണി ഇപ്പോൾ പടിഞ്ഞാറെ ചാലക്കുടിയിലെ ഫ്ളാറ്റിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ്. പിടിച്ചതിൽ സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ എന്തിനു വേണ്ടി ആർക്ക് വേണ്ടിയാണ് ഇത് ആള് ചെയ്തതെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ് അവരിതിങ്ങനെ ചെയ്തത്? നാരായണദാസൻ പറയുന്ന വ്യക്തിനെ എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ചാനലിൽ വരുമ്പോഴാണ് ഈ നാരായണദാസിന്റെ പേര് ഞാൻ കേൾക്കുന്നത്. അപ്പൊ ഈ അറിയാതെ ഒരു വ്യക്തി ഇത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ചെയ്തതെന്ന് അത് അറിയാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. ആ ഒരു കുറ്റം ചെയ്യാതെ, അതായത് മയക്കമരുന്ന്, ഞാൻ ആദ്യം തുടങ്ങിയ എല്ലാ ചാനലും പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയാതെ ഒരു വ്യക്തിയായിരുന്നു. സാധാരണ ഒരു ചെറിയ പാർലറും വെച്ച് ജീവിച്ചു പോയിരുന്ന വ്യക്തി പെട്ടെന്നൊരു ദിവസം മയക്കമരുന്ന് ബാഗിലും വണ്ടിയിലും ഉണ്ട് എന്ന് പറയുന്നത്. എന്നെ അറസ്റ്റ് ചെയ്യുന്നത് 72 ദിവസമാണ് ഞാൻ ജയിലിൽ കിടന്നത്. അതിൻ്റെ പിന്നിൽ ഞാൻ ഞാൻ ആ ജയിലിൽ കിടന്ന കാലഘട്ടങ്ങൾ എങ്ങനെയാ കഴിഞ്ഞു പോയാൽ എനിക്കിപ്പോഴും എങ്ങനെയാ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞാനതങ്ങനെ പിടിച്ചു നിന്നത്. റാപ്പർ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് വേടനടക്കം 9 പേരെ ഹിൽ പാലസ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഫ്ളാറ്റിൽ നിന്നും 6.5 ഗ്രാം കഞ്ചാവും 9 ലക്ഷം രൂപയും വെട്ടുകത്തിയും മഴുവും പിടിച്ചെടുത്തു. ആയുധങ്ങൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസ് ചുമത്തി. വേടന്റെ കഴുത്തിലെ മാലയിൽ പുലിപ്പല്ല് കണ്ടെത്തിയതിനെ തുടർന്ന് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വനം വകുപ്പും കേസെടുത്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. തൃശൂർ സ്വദേശിയായ വേടൻ എന്ന ഹിരൺദാസ് മുരളി റാപ്പർ ഗാനങ്ങളുടെ സമകാലീന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയെന്ന നിലയ്ക്ക് ലഹരിക്കെതിരെയും പ്രചാരണം നടത്തിയിരുന്നു. യുവാക്കൾക്കിടയിലും കുട്ടികൾക്കിടയിലും വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വേടൻ മക്കളെ ഡ്രഗ്സ് ഉപയോഗിക്കല്ലേടാ എന്നും പറഞ്ഞും ആരാധകരെ കയ്യിലെടുത്തിരുന്നു. ലഹരി ഉപയോഗത്തിൽ നിന്നും കുട്ടികളെ പിന്തിരിപ്പിക്കാൻ വീഡിയോ റിലീസ് ചെയ്തതിന് പിന്നാലെയാണ് വേടന്റെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് പിടികൂടുന്നത്. അതേസമയം കേസ് നിയമപരമായി തന്നെ നേരിടുമെന്ന് വേടൻ പ്രതികരിച്ചു. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർക്ക് എക്സൈസിന്റെ ക്ലീൻ ചിറ്റ്. തുടർച്ചയായ 10 മണിക്കൂറോളമാണ് നടന്മാരെ ചോദ്യം ചെയ്തത്. നടന്മാർക്കൊപ്പം മോഡൽ സൗമ്യയെയും ചോദ്യം ചെയ്തു. കേസുമായി ബന്ധമില്ലെന്ന് എക്സൈസ് കണ്ടെത്തി. വേണ്ടിവന്നാൽ വീണ്ടും വിളിപ്പിക്കുമെന്നും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എൻ അശോക് കുമാർ പറഞ്ഞു. അതേസമയം ഷൈൻ ടോം ചാക്കോയെ തൊടുപുഴയിലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും ലഹരിയിൽ നിന്ന് മോചനം നേടണമെന്നും ചോദ്യം ചെയ്യലിൽ ഷൈൻ ടോം ചാക്കോ എക്സൈസ് സംഘത്തോട് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയത്. നേരത്തെ കൂത്താട്ടുകുളത്ത് ലഹരി ചികിത്സ നടത്തിയതിന്റെ രേഖകൾ ഷൈൻ ടോം ചാക്കോയുടെ മാതാപിതാക്കൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. വിഖ്യാത സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുൺ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. 2011 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. പിറവി, സ്വം, വാനപ്രസ്ഥം, കുട്ടിസ്രാങ്ക് തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തു. മലയാള സിനിമയെ രാജ്യാന്തര പ്രശസ്തിയിലേക്ക് ഉയർത്തിയ ചലച്ചിത്രകാരനാണ് ഷാജി എൻ കരുൺ. 2018 പുറത്തിറങ്ങിയ ഓള് ആണ് അവസാന ചിത്രം. പിറവി എന്ന സിനിമയ്ക്ക് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ക്യാമറ പ്രത്യേക പരാമർശം ലഭിച്ചിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സംസ്ഥാന സർക്കാരിന്റെ JC ഡാനിയേൽ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. ബുദ്ധിയുണ്ടെങ്കിൽ ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സാറ ജോസഫ്. തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇത് അനാവശ്യ സമരം അല്ല. സർക്കാർ മർക്കടമുഷ്ടി അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്നും സാറ ജോസഫ് പറഞ്ഞു. അടിസ്ഥാനപരമായി ദരിദ്രനായിരിക്കുകയും ദളിതരായിരിക്കുകയും സ്ത്രീകളായിരിക്കുകയും ചെയ്യുന്നവരുടെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടുള്ള സമരം ദുരഭിമാനത്തിന്റെ പ്രശ്നമായാണ് സർക്കാർ കാണുന്നത്. ഇതിന് അനാവശ്യ സമരമെന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഏതാണ് ആവശ്യ സമരമെന്ന് വ്യക്തമാക്കണമെന്നും സാറ ജോസഫ് ആവശ്യപ്പെട്ടു. ആശാവർക്കർമാരോട് സർക്കാർ നിഷേധാത്മകമായ നിലപാട് തുടരുന്ന സാഹചര്യത്തിൽ പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്വമെന്ന നിലയിൽ സിവിൽ സമൂഹത്തിന്റെ ഓണറേറിയം ആശാവർക്കർമാർക്ക് നൽകുമെന്ന് സാറ ജോസഫ് പറഞ്ഞു. ഓണറേറിയത്തിന്റെ പ്രഖ്യാപനവും വിതരണവും തൃശൂർ പബ്ലിക് ലൈബ്രറി പരിസരത്ത് മെയ് 1-ന് നടക്കും. 1000 രൂപയാണ് ഓണറേറിയമായി നൽകുക എന്നും സാറ ജോസഫ് പറഞ്ഞു. MP സുരേന്ദ്രൻ, K അരവിന്ദാക്ഷൻ, ഡോക്ടർ K ഗോപിനാഥൻ, പ്രൊഫസർ കുസുമം ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാലക്കുടി വെട്ടുകടവ് കനാൽ റോഡിൽ 6 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. വെട്ടുകടവ് കനാൽ റോഡിൽ വെച്ച് 4 പേർക്കും കൂടപ്പുഴ ലൂസിയ നാൽക്കവലിയിൽ വെച്ച് 2 പേർക്കുമാണ് കടിയേറ്റത്. കടിയേറ്റവരിൽ ഒരാൾ
നായയുടെ കാലിൽ പിടിച്ച് പൊക്കി നിലത്തടിച്ച് കൊന്നു. നേരത്തെ നായ ആനമല ജംഗ്ഷനിലെത്തി മറ്റ് തെരുവുനായ്ക്കളെ കടിക്കുകയും ചെയ്തിരുന്നു. വെട്ടുകടവ് കപ്പേള കവലയിലും ഏതാനും ദിവസമായി പരിസരത്ത് അലഞ്ഞു തിരിയുന്ന നായ്ക്കൾക്കും കടിയേറ്റിട്ടുണ്ട്. ചാലക്കുടി മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം ആളുകളെയും മറ്റ് നായ്ക്കളെയും ആക്രമിച്ച തെരുവുനായ ചത്തതിനെ തുടർന്ന് അടിയന്തര നടപടികളുമായി നഗരസഭ. മാർക്കറ്റിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും 30ഓളം തെരുവുനായ്ക്കളെ പിടിച്ച് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് നഗരസഭ മാറ്റി. വെള്ളിയാഴ്ചയാണ് മാർക്കറ്റിൽ സ്ഥിരമായി കണ്ടിരുന്ന ഒരു നായ ആളുകളെ കടിച്ചത്. മറ്റ് നായ്ക്കൾക്കും ഇതിന്റെ കടിയേറ്റു. രാത്രിയിൽ തന്നെ നഗരസഭാ ജീവനക്കാർ മാർക്കറ്റും പരിസരവും നിരീക്ഷിച്ചുവെങ്കിലും നായയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ ഈ നായയെ മാർക്കറ്റ് പരിസരത്ത് ചത്ത നിലയിൽ കണ്ടെത്തി. മണുത്തി വെറ്റിനറി ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. ഇതേ തുടർന്നാണ് തെരുവുനായ്ക്കളെ പിടികൂടി സംരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൈശാഖ പുണ്യമാസാചരണത്തിന് തുടക്കമായി. ക്ഷേത്ര ദർശനത്തിന് അഭൂതപൂർവമായ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. മേടമാസത്തിലെ കറുത്തവാവിന്റെ പിറ്റേന്ന് പ്രഥമ മുതൽ ഇടവത്തിലെ അമാവാസി വരെയുള്ള ചാന്ദ്രമാസമാണ് വൈശാഖമാസമായി ആചരിക്കുന്നത്. വൈശാഖത്തിലെ തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്ര ദർശനത്തിന് ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബലരാമ ജയന്തി കൂടിയായ അക്ഷയ തൃതീയ ബുധനാഴ്ച ആഘോഷിക്കും. ക്ഷേത്രത്തിൽ പാരമ്പര്യ അവകാശികളായ ക്ഷേത്രം കഴകക്കാരുടെ വകയായി വിശേഷാൽ നിറമാല, ശ്രീലകത്ത് നെയ്വിളക്ക് എന്നിവയുണ്ടാകും. രാവിലെയും ഉച്ചകഴിഞ്ഞും മേളത്തോടെ കാഴ്ചശീവേലിയും രാത്രി വിളക്കെഴുന്നള്ളിപ്പും ഉണ്ടാകും. വൈശാഖം സമാപിക്കുന്നതുവരെ ദിവസവും സന്ധ്യയ്ക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഭക്തി പ്രഭാഷണം ഉണ്ടാകും. വൈശാഖമാസാചരണം മെയ് 26-ന് സമാപിക്കും. ഗുരുവായൂർ ദേവസ്വം 4ാമത് അഷ്ടപതി സംഗീതോത്സവം ഭക്തമാനസങ്ങളുടെ മനം കവർന്നു. അഷ്ടപതിയുടെ പ്രചാരണത്തിനും പ്രോത്സാഹനത്തിനുമായി ദേവസ്വം ഏർപ്പെടുത്തിയ ജനാർദ്ദനൻ നെടുങ്ങാടി സ്മാരക ശ്രീ ഗുരുവായൂരപ്പൻ അഷ്ടപതി പുരസ്കാരം തിരുനാവായ ശങ്കരമാരാർക്ക് സമ്മാനിച്ചു. വൈശാഖമാസ ആരംഭ ദിനത്തിൽ ശ്രീലകത്ത് നിന്ന് പകർന്ന ഭദ്രദീപം തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ മണ്ഡപത്തിൽ തെളിയിച്ചതോടെ അഷ്ടപതി സംഗീതോത്സവത്തിന് തുടക്കമായി. 70-ലേറെ അഷ്ടപതി ഗായകർ സംഗീതാർച്ചന നടത്തി. വിശേഷാൽ അഷ്ടപതി പഞ്ചരത്ന കീർത്തനം നടന്നു. സാംസ്കാരിക സമ്മേളന ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും കലാമണ്ഡലം കൽപ്പിത സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പുരസ്കാര ജേതാവിന്റെ അഷ്ടപതി കച്ചേരിയും അരങ്ങേറി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബുധനാഴ്ച വിവാഹ തിരക്കേറും. തിങ്കളാഴ്ച വൈകിട്ട് വരെ 140 വിവാഹങ്ങളാണ് ഷീട്ടാക്കിയിട്ടുള്ളത്. ബുധനാഴ്ച വരെ ഷീട്ടാക്കാനാകുമെന്നതിനാൽ വിവാഹങ്ങളുടെ എണ്ണം 200-ൽ കവിയാൻ സാധ്യതയുണ്ടെന്നാണ് ദേവസ്വത്തിന്റെ കണക്കുകൂട്ടൽ. വൈശാഖമാസം കൂടിയായതിനാൽ ദർശനത്തിനും തിരക്കുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇത് കണക്കിലെടുത്ത് ദർശനത്തിനും താലികെട്ടിനും പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. പുലർച്ചെ 5 മണി മുതൽ ആരംഭിക്കുന്ന താലികെട്ടിനായി കൂടുതൽ മണ്ഡപങ്ങൾ സജ്ജമാക്കും. താലികെട്ട് ചടങ്ങിന് കൂടുതൽ കോയിമമാരെയും നിയോഗിക്കും. വിവാഹ സംഘങ്ങൾ മണ്ഡപത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് ടോക്കൺ ഏർപ്പെടുത്തും. വരനും വധുവും കുടുംബാംഗങ്ങളും 4 ഫോട്ടോഗ്രാഫർമാരും അടക്കം 24 പേരെ മാത്രമാണ് മണ്ഡപത്തിനടുത്തേക്ക് പ്രവേശിപ്പിക്കുക. ദർശന തിരക്ക് നിയന്ത്രിക്കാനായി പുലർച്ചെ നിർമാല്യം മുതൽ ഭക്തരെ കൊടിമരത്തിന് സമീപം വഴി നേരെ അമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കും. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ദേവസ്വം ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളോട് ഭക്തർ സഹകരിക്കണമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയനും അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയനും അഭ്യർത്ഥിച്ചു. കശ്മീരിലെ ഭീകരാക്രമണത്തെ ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി അവതരിപ്പിക്കുന്നത് തെറ്റാണെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSSും ജമാഅത്തെ ഇസ്ലാമിയും തൊഴിലാളി വർഗ താൽപര്യത്തിന് വിരുദ്ധമായ പ്രസ്ഥാനങ്ങളാണെന്നും എളമരം കരീം പറഞ്ഞു. MV ജയരാജൻ, KM ഗോപിനാഥ്, TK രാജൻ, UP ജോസഫ്, MK ബാലകൃഷ്ണൻ, ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ TB സുബൈർ, PR ജയപ്രകാശ്, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, AS മനോജ്, PK പുഷ്പാകരൻ, ജനറൽ കൺവീനർ TB ദയാനന്ദൻ, RV ഇക്ബാൽ, PP അനിരുദ്ധൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനം ചൊവ്വാഴ്ച സമാപിക്കും. മതേതര ജനാധിപത്യ വിദ്യാഭ്യാസത്തെ തകർത്തുകൊണ്ട് വർഗീയവൽക്കരണത്തിലൂടെ ഫാസിസ്റ്റ് അജണ്ട നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ
NCERT വഴി ചരിത്ര സംഭവങ്ങളെ പാഠപുസ്തകങ്ങളിൽ നിന്നും നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് AISF സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KA അഖിലേഷ് പറഞ്ഞു. 7ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠപുസ്തകത്തിൽ നിന്നും മുഗൾ രാജാക്കന്മാരെക്കുറിച്ചും ഡൽഹി മുസ്ലിം ഭരണാധികാരികളെക്കുറിച്ചുമുള്ള ഭാഗങ്ങൾ നീക്കം ചെയ്ത NCERT നടപടിയിൽ പ്രതിഷേധിച്ച് AISF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AISF ജില്ലാ പ്രസിഡന്റ് KS അഭിരാം അധ്യക്ഷത വഹിച്ചു. AISF സംസ്ഥാന കമ്മിറ്റി അംഗം അർജുൻ മുരളീധരൻ, ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ, ജോയിന്റ് സെക്രട്ടറി P ശിവപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ എല്ലാ ഭവനരഹിതർക്കും അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ലൈഫ് പദ്ധതി ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് കായിക വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും ലൈഫ് PMAY ഗുണഭോക്തൃ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും വീട് വെച്ച് നൽകുവാനും തൊഴിൽ ചെയ്ത് ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിലും പങ്കാളികളാകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K മധുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരളം നൽകുന്നതിൻ്റെ പകുതി തുക പോലും ഒരു സംസ്ഥാനവും ഭവനം നിർമ്മിക്കുന്നതിന് നൽകുന്നു. പീച്ചി ഡാം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിന് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് ബസിന്റെ മുകൾ ഭാഗം തകർന്നു. പീച്ചി തൃശൂർ റൂട്ടിലോടുന്ന മോൻസി ബസിന് മുകളിലാണ് മരം വീണത്. കഴിഞ്ഞ ദിവസം രാത്രി സർവീസ് കഴിഞ്ഞ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ബസ്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് മരക്കൊമ്പ് മുറിച്ചു നീക്കിയത്. തൃശൂർ പൂരത്തിലെ ഘടകക്ഷേത്രങ്ങൾക്കുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ധനസഹായം വിതരണം ചെയ്തു. തൃശൂർ ചിന്മയ മിഷൻ നിരാഞ്ജലി ഹാളിൽ നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി ഡോക്ടർ R ബിന്ദു ധനസഹായങ്ങൾ വിതരണം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ്, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി P ബിന്ദു, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കുമാർ എന്നിവർ പങ്കെടുത്തു. ഘടകക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായം കുടിയേറ്റത്തിന് മുൻപ് നൽകുമെന്ന് പുതിയ ബോർഡ് ഭാരവാഹികൾ ചുമതലയേറ്റപ്പോൾ സംഘാടകർക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഇതാണ് ഇപ്പോൾ പ്രാവർത്തികമാക്കിയത്. നടക്കുന്ന ആന എഴുന്നള്ളിപ്പാവട്ടെ, കുടമാറ്റമാകട്ടെ, വെടിക്കെട്ടാവട്ടെ, ഇതൊക്കെ തന്നെ അനേകം പേരുടെ സമർപ്പിതമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് എല്ലാ മനുഷ്യർക്കും ആസ്വദിക്കാവുന്ന ഒരു വലിയ ഇവന്റായിട്ട് മാറുന്നത്. തൃശൂർ പൂരത്തിന്റെ ആധ്യാത്മിക പ്രൗഢിയെ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിന്റെ ഭാഗമായി പാഞ്ചജന്യം ഭാരതം തൃശ്ശിവപേരൂർ ജില്ലാ ഘടകത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം തൃശൂരിൽ നടന്നു. തൃശൂർ ശ്രീ ശങ്കര ഹാളിൽ നടന്ന സംഗമം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് PN നഗരേഷ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഭാഷാസമിതി അംഗം ഡോക്ടർ MV നടേശൻ അധ്യക്ഷത വഹിച്ചു. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ R വെങ്കിട്ടരമണി ഓൺലൈൻ വഴി സന്ദേശം നൽകി. പ്രബുദ്ധ കേരളം എഡിറ്റർ സ്വാമി നന്ദാത്മജാനന്ദ, കുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠം അധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദ, ആചാര്യ മോഹൻജി, ഡോക്ടർ സദനം ഹരികുമാർ, വടക്കുംപാട്ട് നാരായണൻ, ഡോക്ടർ TS വിനീത് ഭട്ട്, തന്ത്രി VK സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ സന്ദേശം ആളുകളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി പൂരമാണ് ലഹരി എന്ന മുദ്രാവാക്യവുമായി എഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ ഘടകപൂരങ്ങളുടെ മാതൃകയിൽ ചെറുസംഘങ്ങളുടെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കണിമംഗലം, ലാലൂർ, അയ്യന്തോൾ, ചൂരക്കാട്ടുകര, നെയ്തലക്കാവ് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും ആരംഭിച്ച് തിരുവമ്പാടി വഴിയും ചെമ്പുക്കാവ്, പനമുക്ക്, കാരമുക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും പാറമേക്കാവ് വഴിയും ചെറുസംഘങ്ങളായി എത്തി തെക്കേ ഗോപുരനടയിൽ ഒത്തുചേരുന്ന രീതിയിലായിരുന്നു കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ എന്നിവർ ഈ പൂരം സ്പെഷ്യൽ റണ്ണിന്റെ ഭാഗമായി അയ്യന്തോൾ മുതൽ തെക്കേ ഗോപുരനട വരെ ഒരുമിച്ചോടി ലഹരി വിരുദ്ധ സന്ദേശം നൽകി. 100ഓളം പേർ കൂട്ടയോട്ടത്തിൽ അണിചേർന്നു. ഭീകരവാദ പ്രവർത്തനങ്ങളെ എന്നും പിന്തുണച്ചിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന പേരിൽ ഭീകരവിരുദ്ധ സദസ്സുകൾ നടത്താൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.
പഹൽഗാമിൽ വെടിയേറ്റ് മരണമടഞ്ഞവരുടെ മൃതദേഹം ഏറ്റുവാങ്ങാനും അവരുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എത്തിയപ്പോൾ പിണറായി വിജയൻ മാത്രം മരണമടഞ്ഞ രാമചന്ദ്രന്റെ വീട്ടിൽ എത്തിയില്ല എന്നുള്ളത് താൻ ഭീകരതയെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണെന്നും ഇത് ഗോവിന്ദമാഷ് മനസ്സിലാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പഹൽഗാമിൽ വീരമൃത്യു വരിച്ച ആദിലിന്റെ മയ്യത്ത് നിസ്കാരത്തിന് കാശ്മീരിന്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് നേതൃത്വം കൊടുത്തത്. മഹാരാഷ്ട്രയിൽ, അതുപോലെ തന്നെ കർണാടകയിൽ, ഗുജറാത്തിൽ, ബംഗാളിൽ, വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ അവരുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങാനും അവരുടെ മരണാനന്തര ചടങ്ങുകൾക്കും ആ കുടുംബത്തോടൊപ്പം നേതൃത്വം കൊടുക്കാനും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ നേരിട്ടെത്തിയപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം മരണമടഞ്ഞ സ്വർഗീയനായിട്ടുള്ള രാമചന്ദ്രന്റെ വീട്ടിൽ എത്തിയില്ല എന്നുള്ളത് ഭീകരതയെ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളതും ഗോവിന്ദൻ മാഷ് മനസ്സിലാക്കണം. പാർട്ടി യോഗങ്ങളിൽ ഹെലികോപ്റ്ററിൽ പറക്കുന്ന മുഖ്യമന്ത്രിക്ക് എറണാകുളം വരെ എത്താൻ സാധിക്കാതെ പോയത് മുഖ്യമന്ത്രിക്ക് വീട് സന്ദർശിക്കാൻ താല്പര്യമില്ല എന്നതിൻ്റെ സൂചനയാണ്. അവസാനം ജനരോഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ കുടുംബത്തിലേക്ക് എത്തിയത് എന്നുള്ളതും ഈ സാംസ്കാരിക കേരളം കണ്ടതാണ്. പാർട്ടി യോഗങ്ങളിൽ ഹെലികോപ്റ്ററിൽ പറക്കുന്ന മുഖ്യമന്ത്രിക്ക് എറണാകുളം വരെ എത്താൻ സാധിക്കാതിരുന്നത് മുഖ്യമന്ത്രിക്ക് രാമചന്ദ്രന്റെ വീട് സന്ദർശിക്കാൻ താല്പര്യമില്ല എന്നതിൻ്റെ സൂചനയാണ്. അവസാനം ജനരോഷം ഭയന്നാണ് അദ്ദേഹം വീട് സന്ദർശിച്ചത്. എല്ലാ സംസ്ഥാനങ്ങളും പഹൽഗാമിൽ മരണമടഞ്ഞവർക്ക് ധനസഹായം പ്രഖ്യാപിച്ചപ്പോഴും ഇവിടെ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലെന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഭീകരശക്തികളുടെ ഒരു അച്ചുതണ്ട് UDF-നകത്ത് VD സതീശൻ സൂക്ഷിച്ചിട്ടുണ്ട്. ആ അച്ചുതണ്ട് കളം മാറി ചവിട്ടുമോ എന്ന ഭയപ്പാടിലാണ് VD സതീശൻ. തന്റെ വീടിന് മുന്നിൽ ഉഗ്രമായ ശബ്ദത്തിൽ സ്ഫോടനം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് തന്നെയും പാർട്ടിയെയും അപമാനിക്കാനുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ചുറ്റുമുള്ളവർ കൂടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പോലീസിനെ അറിയിച്ചത്. ഇപ്പോൾ പോലീസ് പറയുന്നത് ഈസ്റ്ററിന് വാങ്ങിയ ബാക്കി വന്ന പടക്കം പൊട്ടിച്ചതാണെന്നാണ്. ACPയുടെ നേതൃത്വത്തിൽ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണെന്നും തനിക്കിനി പോലീസിന്റെ ഒരു സഹായവും ആവശ്യമില്ലെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. TCV ന്യൂസ്, തൃശൂർ. തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി മേഖലയിൽ വ്യാപക നാശനഷ്ടം. വിവിധ പ്രദേശങ്ങളിൽ മരങ്ങൾ വീണ് വൈദ്യുതി തൂണുകൾ തകർന്നു. എരുമപ്പെട്ടി, തിച്ചൂർ, നെല്ലുവായി, മുരിങ്ങത്തേരി പ്രദേശങ്ങളിലാണ് മരങ്ങൾ വീണത്. നെല്ലുവായി പട്ടാമ്പി റോഡിൽ മുരിങ്ങത്തേരിയിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പഞ്ചായത്ത് മെമ്പർ NP അജയന്റെയും വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ TK നിതീഷിന്റെയും നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി. പല പ്രദേശങ്ങളിലും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. 4 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച 58-കാരനെ 11 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു. പരിയാരം മണ്ണുപ്പുറം കുഴിക്കാടൻ വീട്ടിൽ ശിവനെയാണ് ചാലക്കുടി സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി സിറാജുദ്ദീൻ ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി ചാലക്കുടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബാബുരാജ് കോടതിയിൽ ഹാജരായി. ഇനി തൃശൂർ പൂരം വിശേഷങ്ങളുമായി പൂരം വരവായി. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ-സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. തൃശൂർ പൂരത്തിൽ ഘടകപൂരങ്ങൾക്കും പ്രധാന സ്ഥാനം തന്നെയാണ് നൽകുന്നത്. ശക്തന്റെ തട്ടകത്തെ പൂരാവേശത്തിലാക്കാൻ താളമേള കൊഴുപ്പിൽ എഴുന്നള്ളുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്താണ് ഇന്നത്തെ പൂരവിശേഷത്തിൽ. തൃശൂർ പൂരത്തിന്റെ പഴയകാല ഓർമ്മകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് ഓരോ പൂരപ്രേമികളുടെ മനസ്സിലേക്കും ഓടിയെത്തും. പാണ്ഡിമേളത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ നാദതാള വർണ്ണവിസ്മയം തീർത്ത് പൂരനഗരിയെ കീഴടക്കാനെത്തുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് ഓരോ ആസ്വാദകനും മറക്കാനാകാത്ത അനുഭവം തന്നെയാണ്. പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ
ഘടകപൂരങ്ങളാണ് തൃശൂർ പൂരത്തിലെ താരങ്ങൾ. കണിമംഗലം, പനമുക്കുംപള്ളി എന്നീ ശാസ്താക്ഷേത്രങ്ങളും ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, ചൂരക്കോട്ടുകാവ്, അയ്യന്തോൾ, നൈതലക്കാവ് എന്നീ ദേവീക്ഷേത്രങ്ങളുമാണ് പൂരത്തിലെ മറ്റ് പങ്കാളികൾ. ശക്തൻ തമ്പുരാൻ തൃശൂർ പൂരം ചിട്ടപ്പെടുത്തിയ കാലം മുതൽ തന്നെ ഈ ഘടകപൂരങ്ങൾക്കും പൂരത്തിൽ പ്രധാന സ്ഥാനങ്ങൾ നൽകുന്നുണ്ട്. പൂരങ്ങളുടെ പൂരത്തിന് കൊഴുപ്പേകാൻ ഘടകപൂരങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. പൂരത്തിന് തുടക്കം കുറിക്കുന്നതും ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്തോടെയാണ്. പാറമേക്കാവിന്റെ പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളത്തിനും തിരുവമ്പാടിയുടെ മടത്തിൽ വരവിനും മുമ്പേ രാവിലെ നാടുണർത്തി വരുന്ന ഘടകപൂരങ്ങൾ തേക്കിൻകാടും ശക്തന്റെ തട്ടകവും കീഴടക്കും. അപ്പോൾ തൃശൂർ നഗരത്തിന്റെ മുക്കിലും മൂലയിലും വരെ പൂരാവേശം വാനോളമുയരും. 3 ആനകൾ മുതൽ 14 ആനകളുടെ വരെ അകമ്പടിയോടെ ആസ്വാദക ഹൃദയങ്ങളിൽ മതിവര പൂരക്കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഘടകപൂരങ്ങൾ ഇത്തവണയും പൂരനഗരിയിലെത്തുക. പാണ്ടിമേളത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും താളമേള പെരുക്കങ്ങൾക്കൊപ്പം ഗജവീരപ്പെരുമയിൽ എഴുന്നള്ളിയെത്തുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് തിരുവമ്പാടിയുടെ മടത്തിൽ വരവിനോടും പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളത്തോടും കിടപിടിക്കാവുന്നതാണ്. ദേശക്കൂട്ടായ്മയോടും താളമേളങ്ങളോടും കൂടി രാവിലെയും വൈകിട്ടും വടക്കുന്നാഥനെ വണങ്ങാനെത്തുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് എക്കാലത്തും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന സുന്ദരാനുഭൂതി തന്നെയാണ്. പൂരങ്ങളുടെ പൂരത്തിനായി തൃശൂർ പൂരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ശ്രീ വടക്കുന്നാഥ ക്ഷേത്രവും പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളും മറ്റ് 8 ഘടകക്ഷേത്രങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. കാത്തിരിക്കാം ആ മഹാപൂരത്തിനായി. ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. പൂരങ്ങളുടെ പൂരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തൃശൂർ പൂരത്തിന് 10 ക്ഷേത്രങ്ങളാണ് പങ്കാളിത്തം വഹിക്കുന്നത് എങ്കിലും നെടുനായകത്വം വഹിക്കുന്നത് തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളാണ്. തിരുവമ്പാടി, പാറമേക്കാവ് ദേവിമാരുടെ എഴുന്നള്ളത്തും കൂടിക്കാഴ്ചയും ഉപചാരം ചൊല്ലലുമൊക്കെയാണ് തൃശൂർ പൂരത്തിലെ പ്രധാന ആകർഷണം. തിരുവമ്പാടി, പാറമേക്കാവ് ഭഗവതിമാരുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടാണ് പൂരച്ചടങ്ങുകളിൽ ഓരോന്നും അരങ്ങേറുന്നത്. പ്രധാന ചടങ്ങുകളായ മഠത്തിൽ വരവ്, ഇലഞ്ഞിത്തറ മേളം, കുടമാറ്റം, വെടിക്കെട്ട് തുടങ്ങിയവയെല്ലാം ഈ ഇരുക്ഷേത്രങ്ങൾ തനിച്ചും ഒരുമിച്ചുമായി നടത്തുന്ന ചടങ്ങുകളാണ്. കുടമാറ്റവും വെടിക്കെട്ടും ഉപചാരം ചൊല്ലലും ഇരുവിഭാഗങ്ങൾക്കും തുല്യ പങ്കാളിത്തമുള്ള ചടങ്ങുകൾ എന്ന നിലയ്ക്കും തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ്, പാറമേക്കാവിൻ്റെ പൂരം എഴുന്നള്ളിപ്പ് എന്നിവ അതാത് ക്ഷേത്രങ്ങൾ മാത്രം പങ്കെടുക്കുന്ന എഴുന്നള്ളിപ്പുകൾ എന്ന നിലയ്ക്കും ശ്രദ്ധേയമാണ്. ആനച്ചന്തവും മേളവും സമന്വയിക്കുന്നതും ആവേശം വാനോളം ഉയർത്തുന്നതുമായ അതിമനോഹരമായ ദൃശ്യശ്രാവ്യ മുഹൂർത്തങ്ങളാണ് തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും എഴുന്നള്ളിപ്പുകളും തുടർന്നുള്ള വെടിക്കെട്ടും പൂരപ്രേമികൾക്ക് സമ്മാനിക്കാറുള്ളത്. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരവാദ ആക്രമണത്തിൽ പ്രതിഷേധിച്ചും മരണപ്പെട്ടവർക്ക് അനുശോചനം അർപ്പിച്ചും യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീകരവിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന സദസ്സ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C. പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ശാസ്ത്രവേദി ജില്ലാ സെക്രട്ടറി ഡോക്ടർ അരുൺ കരിപ്പാൽ ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപൻ, KSU സംസ്ഥാന നിർവാഹക സമിതി അംഗം വിമൽ തുടങ്ങിയവർ സംസാരിച്ചു. SSLC പരീക്ഷ എഴുതി റിസൾട്ട് വരാൻ കാത്തിരിക്കുന്ന 3 വിദ്യാർത്ഥിനികളെ കാണാതായതായി പരാതി. ദേശമംഗലം സ്വദേശിയായ 16 വയസ്സുള്ള പെൺകുട്ടിയെയും ഈ കുട്ടിയുടെ ഒപ്പം പഠിക്കുന്ന ഷൊർണൂർ ഒറ്റപ്പാലം സ്വദേശികളായ 2 പെൺകുട്ടികളെയുമാണ് കാണാതായത്. തിങ്കളാഴ്ച രാവിലെ ദേശമംഗലത്ത് നിന്ന് കൂട്ടുകാരുടെ വീടായ ഷൊർണൂരിലേക്ക് പോയതായിരുന്നു. ഉച്ചതിരിഞ്ഞ് പെൺകുട്ടി തിരിച്ചു വീട്ടിലെത്താതിരുന്നതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ബാക്കിയുള്ള 2 പെൺകുട്ടികളെയും കാണാതായ വിവരം രക്ഷിതാക്കൾ അറിയുന്നത്. ഇതിനെ തുടർന്ന് ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകി. SI നിഖിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം ഊർജിതമാക്കി. അക്ഷയ തൃതീയയോടനുബന്ധിച്ച് തൃശൂർ കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്വർണ്ണവിലയിൽ 666 രൂപയുടെ കുറവ് ലഭിക്കും. അക്ഷയ തൃതീയയോടനുബന്ധിച്ച് തൃശൂർ പള്ളിക്കുളം റോഡിലെ കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
ഉപഭോക്താക്കൾക്കായി കിടിലൻ ഓഫറാണ് ഒരുക്കിയിട്ടുള്ളത്. ഏപ്രിൽ 30 വരെ എല്ലാ HUID സ്വർണ്ണാഭരണങ്ങൾക്കും സ്വർണ്ണവിലയിൽ പവന് 666 രൂപയുടെ കുറവ് ലഭിക്കും. 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ബോട്ടിക് ജ്വല്ലറിയിൽ ബ്രൈഡൽസിനായി 916 HUID സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസാണ് ഒരുക്കിയിട്ടുള്ളത്. ചെട്ടിനാട് നഗാസ്, ആന്റിക്, കുന്തൻ കളക്ഷൻസ്, നാച്ചുറൽ സ്റ്റോൺസ് ആൻഡ് പേൾ തുടങ്ങി എല്ലാവിധ കളക്ഷനുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്നതാണ്. 18 കാരറ്റ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കമനീയമായ ശേഖരവും ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള VVS ക്ലാരിറ്റിയും EF കളറോടുകൂടിയ സർട്ടിഫൈഡ് ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്ന കേരളത്തിലെ ഏക ഹോൾസെയിൽ ജ്വല്ലറിയാണ് കോനിക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. രാമവർമ്മപുരം ഫയർഫോഴ്സ് അക്കാദമിയിൽ നിർമ്മിച്ച വാഹന പാർക്കിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം പി ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് 9 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാർക്കിംഗ് ഷെഡ് നിർമ്മിച്ചത്. ഡിവിഷൻ കൗൺസിലർ രാജശ്രീ ഗോപൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നീന്തൽ പരിശീലനം വിജയകരമായി പൂർത്തീകരിച്ച പരിശീലനാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിന് 1.75 കോടി രൂപ ബേബി പൂൾ നിർമ്മാണത്തിനായി സർക്കാർ അനുവദിച്ചതായി പി ബാലചന്ദ്രൻ MLA പറഞ്ഞു. റീജിയണൽ ഫയർ ഓഫീസർ MG രാജേഷ്, അസിസ്റ്റന്റ് ഡയറക്ടർമാരായ റിനി ലൂക്കോസ്, SL ദിലീപ്, S ജ്യോഗി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മുൻ മെത്രാപ്പൊലീത്ത മാർ അബിമലേക് തിമോത്തേയോസിന്റെ 80ാം ഓർമ്മ തിരുനാളും ദിവംഗതരായ സഭാപിതാക്കന്മാരുടെ ഓർമ്മ ദിനവും ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി നടക്കും. ബുധനാഴ്ച വൈകിട്ട് റംശ പ്രാർത്ഥനയും തിരുനാൾ പ്രദക്ഷിണവും നടക്കും. വ്യാഴാഴ്ച രാവിലെ മാർത്തമറിയം വലിയ പള്ളി കത്തീഡ്രലിൽ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, കുരുവിളയച്ചൻ പള്ളിയിൽ ധൂപപ്രാർത്ഥന, ദിവംഗതരായ സഭാപിതാക്കന്മാരുടെ അന്യതാ ശുശ്രൂഷ എന്നിവ നടക്കും. തുടർന്ന് സമൂഹ സദ്യയും ഉണ്ടാകും. പള്ളി അങ്കണത്തിൽ ഒരുക്കിയ പ്രത്യേക വേദിയിൽ അനുസ്മരണ സമ്മേളനവും അഖിലേന്ത്യാ പൗരോഹിത്യ അവാർഡ് പ്രഖ്യാപനവും നടക്കും. കൽദായ സഭ അധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത, ക്ലർജി കൗൺസിൽ സെക്രട്ടറി ഫാദർ KR ഇനാശു, അബി ജെ പൊന്മാണിശ്ശേരി, രാജൻ ജോസ് മണ്ണുത്തി, ഗിഫ്റ്റൻ K ജോസഫ്, M ജിൽസൺ ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പണം കടം കൊടുക്കാത്ത വൈരാഗ്യത്തിൽ കല്ലേറ്റുങ്കര സ്വദേശി ഷഹീൻ ഷായെ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ എന്ന പരാതിയിൽ 2 പേരെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുത്തിപ്പറമ്പ് സ്വദേശികളായ ജയൻ, അഖിൽ എന്നിവരെയാണ് ആളൂർ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ M അഫ്സൽ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ ഇരുവരും നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണെന്ന് പോലീസ് അറിയിച്ചു. കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം നേതൃസംഗമത്തിൽ വിഭാഗീയത മറനീക്കി പുറത്തുവന്നു. ആമ്പല്ലൂരിൽ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ നിന്ന് ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ വിട്ടുനിന്നു. മികച്ച പ്രവർത്തനം നടത്തിയിരുന്ന മണ്ഡലം പ്രസിഡന്റിനെ അകാരണമായി മാറ്റിയെന്നും 10 വർഷത്തോളം പാർട്ടിയുമായി ബന്ധമില്ലാതിരുന്നയാളെ പ്രസിഡന്റായി അവരോധിച്ചുവെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. നേതൃസംഗമത്തിൽ KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് അധ്യക്ഷനായി. MP വിൻസെന്റ്, KPCC സെക്രട്ടറിമാരായ രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട്, DCC വൈസ് പ്രസിഡന്റ് ഷിജു വെളിയത്ത്, DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു, ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ തുടങ്ങിയവർ പങ്കെടുത്തു. DCC സെക്രട്ടറിമാരായ K ഗോപാലകൃഷ്ണൻ, സെബി കൊടിയൻ, KM ചന്ദ്രൻ, INTUC നേതാവ് ആന്റണി കുറ്റൂക്കാരൻ തുടങ്ങിയവർ യോഗം ബഹിഷ്കരിച്ചു. മുൻ MLA MP വിൻസെന്റിനെ മണ്ഡലം തീർന്നു നൽകാൻ DCC പ്രസിഡന്റ് കൂട്ടുനിൽക്കുകയാണെന്നും മണ്ഡലവും ബ്ലോക്കും നേതാക്കന്മാർക്ക് പങ്കുവെച്ച് നൽകുന്ന രീതി പ്രവർത്തകർ അംഗീകരിക്കില്ലെന്നും പ്രതിഷേധക്കാർ പറയുന്നു. തൃശൂരിനിത് മാങ്ങാക്കാലം. 1000ഓളം മാങ്ങകളുമായി സാംസ്കാരിക നഗരിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള മാങ്ങാ മേള ശ്രദ്ധേയമാകുന്നു. ആതിര, ജസ്ന, മന്ദാകിനി, അനിഷ, മേനക, സാഹിദ, ചക്കരക്കുട്ടി എന്തിന് രോമാഞ്ചം വരെയുണ്ട് ഇക്കൂട്ടത്തിൽ. തായ്വേരുകൾ പലതാണെങ്കിലും ഇവയെല്ലാവരും കേവലം മാങ്ങകളാണ്. നിറത്തിലും രൂപത്തിലും മണത്തിലും ഗുണത്തിലും ഓരോരുത്തരും വ്യത്യസ്തർ. ലോകത്തിലെ വലിപ്പം കൂടിയ മാങ്ങാ ഇനങ്ങളിലൊന്നായ മാംഗോശ്രീ, നാട്ടിൽ അപൂർവമായി കാണുന്ന മാംഗോ ഐസ്ക്രീം, ഹൃദ്യ, തുരുവരമ്പ്,
വിനോ മാജിക്, എല്ലാ സമയങ്ങളിലും ലഭ്യമാകുന്ന ആര്യ, ഡോൾഫിൻ, മാവേലി, പൊന്നൂസ് ഉൾപ്പെടെ 1000-ഓളം വെറൈറ്റി മാങ്ങകളുടെ സംഗമവേദിയായി മാറിയിരിക്കുകയാണ് തൃശൂർ ടൗൺ ഹാളിലെ മാങ്ങാമേള. പ്രദർശനത്തിലുള്ള നാടൻ്റെയും കടൽ കടന്നെത്തിയവയുടെയും ഗന്ധം വരെ സന്ദർശകരെ മേളയിലേക്ക് ആകർഷിക്കുകയാണ്. മികച്ച മാവിൻ തൈകളുടെയും മാങ്ങാ ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും, കൂടാതെ ശാസ്ത്രീയമായി മാവ് കൃഷി, അവയുടെ പരിപാലനം എന്നിവയെക്കുറിച്ചുള്ള സെമിനാറുകളുമെല്ലാം മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കൃഷിവകുപ്പ്, കാർഷിക സർവകലാശാല, DTPC ഉൾപ്പെടെയുള്ളവയുടെ സഹകരണത്തോടെ തൃശൂർ അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയാണ് മാങ്ങാമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. മേള ചൊവ്വാഴ്ച സമാപിക്കും. TCV തൃശൂർ. ഇനി വാണിജ്യം. നല്ല കാഴ്ചകളുടെ പുതിയ ലോകത്തേക്ക് വാതായനങ്ങൾ തുറന്നുകൊണ്ട് തൃശൂരിലെ ഏറ്റവും വലിയ കന്നഡ ഷോറൂമായി കന്നഡ വിപണന രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് തൃശൂർ പാട്ടുരായ്ക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു. പാട്ടുരായ്ക്കൽ എമിറേറ്റ്സ് ടവറിൽ പ്രവർത്തനം ആരംഭിച്ച ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ കേരളത്തിലെ 14ാമത്തെയും തൃശൂരിൽ ആദ്യത്തെയുമായ ഷോറൂമിന്റെ ആശീർവാദ കർമ്മം ദേവമാതാ CMI ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഷാജു എടമനയും ഉദ്ഘാടനം കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമനും നിർവഹിച്ചു. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സജീവ് മഞ്ഞിലയിൽ നിന്ന് എമിറേറ്റ്സ് ടവർ ഉടമ ജിനി ശ്രീജിത്ത് ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ, ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ്, ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് MD ടോണി ഇടിമണ്ണിക്കൽ, ഡയറക്ടർ സണ്ണി ഇടിമണ്ണിക്കൽ, കാൾ സൈസ് ഇന്ത്യ ഹെഡ് വികാസ് തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബാംഗങ്ങൾ, കസ്റ്റമേഴ്സ്, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. സ്റ്റൈലും ക്വാളിറ്റിയും ഒത്തുചേരുന്ന 100-ലധികം ബ്രാൻഡുകളും കൃത്യമായ നേത്രപരിശോധനയ്ക്കുള്ള അത്യാധുനിക AI സാങ്കേതിക വിദ്യയും ഈ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. മുഖത്തിന്റെയും കണ്ണിന്റെയും ആകൃതിയും വലിപ്പവും കണ്ണുകൾക്കിടയിലെ ദൂരവും അളന്ന് ഒരു വിർച്വൽ 3D മോഡൽ ഉണ്ടാക്കിയതിനു ശേഷം അനുയോജ്യമായ കണ്ണടകളും ലെൻസുകളും തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന അത്യാധുനിക ജർമ്മൻ AI സാങ്കേതിക വിദ്യയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സൈസ് വിസുഫിറ്റ് 1000 ഇവിടുത്തെ സവിശേഷതയാണ്. എല്ലാ പർച്ചേസുകൾക്കും EMI സൗകര്യവും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 50 ദിവസത്തേക്ക് ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഓഫറും ലഭ്യമാണ്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,940 രൂപ, പവന് 71,520 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,339 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗത കുരുക്കിനെ തുടർന്നാണ് നടപടി. ടോൾ പിരിവ് നിർത്തിവെച്ചുവെങ്കിലും ഫാസ്ടാഗ് സംവിധാനം വഴി തുക ഈടാക്കുന്നത് തടയാനാകാതെ അധികൃതർ. ചാലക്കുടി ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യപ്രതി നാരായണദാസ് പിടിയിൽ. പ്രതി പിടിയിലായത് ബംഗളൂരുവിൽ നിന്ന്. കഞ്ചാവുമായി റാപ്പർ വേടൻ പോലീസ് പിടിയിലായി. വേടന്റെ മാലയിലെ ലോക്കറ്റ് പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചതോടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി വനം വകുപ്പ് കേസെടുത്തു. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും എക്സൈസിന്റെ ക്ലീൻ ചിറ്റ്. വിഖ്യാത സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുൺ അന്തരിച്ചു. വിടവാങ്ങിയത് മലയാള സിനിമയെ രാജ്യാന്തര പ്രശസ്തിയിലേക്ക് ഉയർത്തിയ ചലച്ചിത്രകാരൻ. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് തൈക്കാട് ശാന്തി കവാടത്തിൽ. ബുദ്ധിയുണ്ടെങ്കിൽ ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സാറ ജോസഫ്. സർക്കാർ മർക്കടമുഷ്ടി വെടിയണമെന്നും സാറ ജോസഫ്. ചാലക്കുടി വെട്ടുകടവ് കനാൽ റോഡിൽ 6 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. നായയെ അടിച്ചു കൊന്നു. 30ഓളം തെരുവ് നായ്ക്കളെ പിടികൂടി സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി നഗരസഭ. വൈശാഖ പുണ്യമാസത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരക്കേറി. അഷ്ടപതി സംഗീതോത്സവത്തിന് തുടക്കമായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബുധനാഴ്ച വിവാഹ തിരക്കേറും. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.